ഹലോ സാർ, ഇവിടെ ഒരു പോസ്റ്റ് തരുമോ? ഒരു ഹായ് കൊടുക്കോ? ഇത് ഒരു പോസ്റ്റ് താടാ. അവൻ്റെ പോസ്റ്റോടുകൂടി നമുക്ക് യാത്ര ആരംഭിക്കാം. ഇന്ന് പോകുന്നത് ഒരു പുഴയ്ക്കാണ്. കുറച്ച് ദൂരമുള്ള പുഴയ്ക്കാണ് പോകുന്നത്. വെള്ളമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കണ്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, കണ്ടു നോക്കാം. ഈ പിള്ളേർ ഇവിടെ കളിക്കുന്നത് എന്തോ ഒരു കളിയാണ്. നമ്മുടെ അവിടെ നൊണ്ടിക്കളിയൊക്കെ കളിക്കില്ല അതുപോലത്തെ. പിന്നെ ഞങ്ങളന്ന് ഊട്ടി പോയപ്പോൾ പൈസ കൊടുത്ത് കണ്ട ചെടികളാണ് ഇതെന്ന് ഞാൻ രാവിലെ അടുത്ത് പറയുമായിരുന്നു. അറിയുണ്ടായിരുന്നു ഓരോരോ ഡിഫറെൻറ്റ് സംഭവങ്ങൾ. ഞാനത് ഇതെല്ലാം അന്ന് അവിടെ കണ്ടെന്ന് ചോദിക്കുന്നു. പിന്നെ നമ്മുടെ അവിടെ വേലിയിലൊക്കെ കാണുന്ന ഒരു ചെറിയ ചെടി, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതാണ് കാണുന്നത്. ഇതാ വിളവെടുത്ത് കഴിഞ്ഞ പാടം നിറയെ പശുക്കൾ. നിങ്ങൾക്ക് കണ്ടോന്നറിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് പട്ടിഷോ കടിക്കാതെ വിചാരിച്ചു കയറിടം വീഡിയോ എടുക്കുകയാണെന്നുള്ള വ്യാജേന എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ആങ്കറിങ് പരിപാടി തുടങ്ങി. ആങ്കറിങ് ഒന്നും നമുക്ക് പറ്റില്ല, ഇത് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിരപ്പന നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടത്തണം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പോൾ വീണ് ചത്തന്നെ ഞാൻ. അപ്പോൾ അവിടേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം നമ്മളപ്പം വന്ന ആൾക്കാരെ കാണാനില്ല. അതുകൊണ്ട് അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും സംസാരിച്ചൊക്കെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും പാടം മൊത്തം ഒരു വയലറ്റ് കളറ്. എന്ത് രസമായിരുന്നു കാണാൻ. വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ എന്നറിയില്ല. നല്ല ചുവന്നല്ല വയലറ്റ് പാടം പോലെ തോന്നി. ഒരു സൈഡ് വയലറ്റ്, ഇപ്പോഴത്തെ സൈഡ് ഗോൾഡൻ കളർ മൊത്തം. എന്ത് രസമായിരുന്നു കാണാൻ. ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ അങ്ങനെ അധികം ആൾക്കാരത് പോകാത്തതുകൊണ്ട് വഴികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ വഴിയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. പിന്നെ അങ്ങോട്ട് കല്ലും വെള്ളം ചെവരുവിലേക്ക് എന്നുള്ള യാത്രയായിരുന്നു. കടമടക്കടമാണ്. ഇത് പിന്നെ വെയിൽ കാരണം സഹാറ പച്ചപ്പുണ്ടെങ്കിലും സഹാറ മരുഭൂമി പോലത്തെ ഒരു സ്ഥലം. നിറയെ കടുക് തോട്ടം. ഇത് അങ്ങ് ദൂരെ കാണുന്നത് കടുക് തോട്ടങ്ങൾ. കാണാൻ മഞ്ഞപ്പരവതാനി പോലെ തോന്നുന്നു, അത്രയും പൂക്കളായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കാണുന്നുണ്ട്. അതിന് ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ജിറാഫ് അല്ലെങ്കിൽ ഡൈനോസറിനെയൊക്കെ പോലെ തോന്നിയൊരു ചെടി. വരുമ്പോൾ കാണിച്ചു തരാം. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വണ്ടിയുടെ പവർ കാരണം ഞാൻ ഇറങ്ങി നടക്കേണ്ടി വന്നു. കാരണം വീട് തുളയണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കല്ലുകളൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മളവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കല്ലുകൾ ഇവിടെ ഫ്രീ ആയിട്ട് കാണാം. പെറുക്കി കൊണ്ടുവരാനും പറ്റില്ല, എന്താ ചെയ്യുക. നല്ല മുഴുത്ത ഉരുണ്ട കല്ലുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വറ്റി വരണ്ട പുഴയിലേക്ക് എത്തിയിരിക്കും. ഇതൊക്കെ നല്ല വെള്ളമാണോ എന്തോ, കാണുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. കുറേ മീനുകളുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണുമോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇവിടെ ഇപ്പം മഞ്ഞായതുകൊണ്ടും രാവിലെ നല്ല വെയിലുള്ളതുകൊണ്ടും വെള്ളത്തിന് നല്ല തടുപ്പുണ്ടായിരുന്നു. അവിടെ ആൾ പിന്നെ വന്നതും വെള്ളത്തേക്ക് ഇറങ്ങി ചാടിത്തുള്ളി കളിയായിരുന്നു. കാരണം കുറേ കലുകളായി പുറത്തിറങ്ങാറില്ലായിരുന്നു. വെള്ളം കണ്ടപ്പോൾ ഒരു സന്തോഷം. വെള്ളം കണ്ടപ്പോൾ അധികം വെള്ളം കാണാത്ത ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കഴുകി. ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട്, വേറെ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട് അവിടെ വെള്ളത്തിൽ ഓവർ നിന്ന് കുത്തി മറിയാനൊന്നും നിന്നില്ല. അവൻ കളിക്കാതെ നോക്കി നിന്നു. ഫോട്ടോ എടുക്ക്, നല്ല ഫോട്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം, പോളി സ്ഥലങ്ങളാണ് കാണാൻ. വീഡിയോ എടുത്തതിന് സ്വന്തമായൊരു വീഡിയോഗ്രാഫർ ഉണ്ടായിട്ടും ഞാൻ എപ്പോഴത്തേം പോലെ ചാരി വെച്ച് വീഡിയോ എടുത്ത്. എനിക്ക് അതെന്താണെന്നറിയില്ല, അതൊരു സുഖം. എന്നെപ്പോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. എനിക്കിങ്ങനെ സ്വന്തമായി ചാരി വെച്ച് വീഡിയോ എടുക്കാനാണ് കംഫർട്ട് കൂടുതൽ. ഞാനപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് ഉല്ലസിച്ചു. നേരത്തെ വെള്ളം കണ്ടപ്പോൾ ചാടി തുള്ളിപ്പോയ കുട്ടികൾ ഇപ്പോൾ തണുക്കുണ്ടോ ഇത്. ഗൈസ്, ജിറാഫല്ല, ജുറാസിക് പാർക്ക് പോലെ ഉണ്ട് ഒരു സാധനം. തോട്ടമാണ് ഗൈസ്, കടുക് തോട്ടം. നല്ല കടുക് മണികളാണ് ഈ കാണുന്നത്. ഇപ്പോൾ പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ
കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടുത്തെ ട്രഡീഷണൽ വേഷവും ആൾക്കാരെയൊക്കെ കണ്ടത്. ഞങ്ങളെ കണ്ടപ്പോൾ അവർ മാറി നിന്നു പാവങ്ങൾ. പിന്നെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുമട പറഞ്ഞ് ഞങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു. വണ്ടി അമ്മേ ചളിവെള്ളം ബും ഒരു ദുർഘടം ഈ വഴിയിൽ. നിങ്ങൾ അത് പിന്നെ ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായി ഉണ്ടാക്കി പാട്ടൊക്കെ പാടാറുണ്ട്. നിങ്ങൾ എന്നെപ്പോലെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.